ഹായ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു റിവിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ അടുക്കുന്നത് കൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. അത് ചെറിയ മാർക്കുകളിലും നമുക്ക് പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പം ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒന്ന് നോക്കിക്കോണം. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമ്മുടെ നേരത്തെയുള്ള ലെക്ചേഴ്സിൽ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഞാൻ എന്താ ഇതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ. അപ്പം ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് മൊത്തം 8 പോസ്റ്റ്ലേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താ പറയുക? A solid metal is composed of atom and the atom have a nucleus around which there are electrons revolving. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റിനും ഓർബിറ്റ്സിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. അപ്പം ഡ്രൂഡ് ആൻഡ് ലോറൻസ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ് ആണ് ഈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി കൊണ്ടുവന്നതും ഇതിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത്? ഇൻ മെറ്റൽ the valence electrons of atom are free to move throughout the volume of the metal. അപ്പം സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് മെറ്റൽസിൽ ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ ആയിട്ട് മെറ്റൽസിൽ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുക. ഇവർക്ക് എപ്പോഴും ഫ്രീലി മൂവിങ് ആണ്. കാരണം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ത്രൂ ഔട്ട് ദ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ദ ഫ്രീ ഇലക്ട്രോൺസ് മൂവ്സ് ഇൻ എ യൂണിഫോം പൊട്ടൻഷ്യൽ ഫീൽഡ് ഡ്യൂ ടു അയോൺസ് ഫിക്സഡ് ഇൻ ദ ലാറ്റിസ്. അപ്പം നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അയോൺസ് അല്ലെ, ലാറ്റിസ് അയോൺസ് ഉണ്ട്. പോസിറ്റീവ് അയോൺസിനെയാണ് നമ്മൾ ലാറ്റിസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ലാറ്റിസ് ഫിക്സഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ കാരണം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇതിൽ കൂടി ത്രൂ ദ ലാറ്റിസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്. ഇനി ഫോർത്ത് പോസ്റ്റ്ലേറ്റിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പം നമ്മളൊരു പൊട്ടൻഷ്യൽ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ ആ ലാറ്റിസിലേക്ക് കൊടുക്കുന്നില്ല എന്ന് വെച്ചോ. അപ്പൊ ഈ സമയത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലാറ്റിസിനകത്ത്. റാൻഡം ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല ഇലക്ട്രോണിന്. വളരെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇവർ ലാറ്റിസിനെ ചെന്ന് കൊളൈഡ് ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. പക്ഷെ ഈ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ചെന്ന് മറ്റൊരു ഇലക്ട്രോണിനെ ഇടിച്ചു കഴിയുമ്പം അവിടെ എന്ത് ചെയ്യത്തില്ല? എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കത്തില്ല. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ആൻഡ് കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ എല്ലാം സെയിം ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്ന ഫോർത്ത് പോസ്റ്റ്ലേറ്റ്. ഈ ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, ഈ കണ്ടീഷൻ എന്താ? നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്ന കണ്ടീഷനാണ്. നമ്മളാണെങ്കിൽ ഒരു ലാറ്റിസിലേക്ക് അല്ലെങ്കിൽ ഒരു ആറ്റത്തിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എപ്പോഴും അറിയാം. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുന്ന ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അപ്പൊ ഇതാണ് നാലാമത്തെ അഞ്ചാമത്തെ പോസ്റ്റ്ലേറ്റ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഇലക്ട്രോൺ എങ്ങനെ ലാറ്റിസിൽ മൂവ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് ലാറ്റിസിൽ എങ്ങനെ മൂവ് ചെയ്യും? അതാണ് ഫോർത്തും ഫിഫ്ത്തും. ഇനി സിക്സ്ത് പോസ്റ്റ്ലേറ്റ് നോക്കാം. ഇലക്ട്രോൺ വെലോസിറ്റീസ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്നുണ്ട്. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കൽ പാർട്ടിക്കിൾസിൽ മാത്രം, ക്വാണ്ടത്തിലൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോസ് എല്ലാം തന്നെ ഒബൈ ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസ് എന്നാണ് സിക്സ് പോസ്റ്റ്ലേറ്റ് പറയുന്നത്. സെവൻത് പോസ്റ്റ്ലേറ്റ് എന്താ? ദ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഒബൈ ദ ക്ലാസിക്കൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെ ഒബൈ ചെയ്യുന്നു ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്. ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് ദ ഇലക്ട്രിക് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ ഫ്രീ ഇലക്ട്രോൺസ് ഓൺലി. അപ്പം നമുക്കറിയാം
ഒരു ലാറ്റിസിൽ ഇലക്ട്രോൺ കണ്ടക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് ഇലക്ട്രോൺ ആണ് അവിടെ മൂവ് ചെയ്യുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും എപ്പോഴും മൂവ് ചെയ്യുന്നത്. ആറ്റവുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഒരിക്കലും മൂവ് ചെയ്യത്തില്ല. അപ്പം ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് അവിടെ ഇലക്ട്രിക് കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നത്. ഈ ഇതാണ് 8 പോസ്റ്റേഴ്സ്, ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ 8 പോസ്റ്റേറ്റ്. ഇതിന്റെ കൂടെ നിങ്ങൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോണം. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് നോക്കിക്കോണം. Okay, next question നോക്കിക്കോ. Define Fermi-Dirac distribution function and explain variation of function with the temperature using suitable graph. അപ്പോൾ എൻ്റെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് Fermi-Dirac distribution function എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷന്റെ വേരിയേഷൻ വിത്ത് ഗ്രാഫ് നമ്മൾ കാണിക്കണം. നമുക്കറിയാം ഇലക്ട്രോൺസ് ഓർബിറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്നതൊക്കെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ലോസ് ബേസ് ചെയ്തിട്ടാണ്. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോസും അത് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ആക്ച്വലി ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് ഈ FOV അല്ലെങ്കിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് FOV is equal to 1/1 plus e raised to e minus EF by KT ആണ്. വേറെ FOV എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് എനർജിയാണ്. നമ്മൾ എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടല്ലോ, ഈ ഒരു പർട്ടിക്കുലർ എനർജിയിൽ എത്ര ഇലക്ട്രോൺസ് ഫിൽ ആവുന്നു എന്ന് പറയുന്ന ഒരു എനർജിയാണ്. EF എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവലാണ്. K ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. T ടെമ്പറേച്ചർ ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇയും EFും തമ്മിൽ തെറ്റരുത്. E എന്ന് പറയുന്നത് എനർജി ലെവൽ where we are finding the probability of occupancy. നമുക്ക് ഒരു പർട്ടിക്കുലർ ഒക്കുപ്പൻസി നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഈ ഒരു എനർജി ലെവലിൽ ഒക്കുപ്പൻസി നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ക്യാപിറ്റൽ E എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഫെർമി എനർജി ലെവൽസ്. ഇത് നമുക്ക് കുറച്ച് കേസസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് 3 കേസസ് ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ, 0-നേക്കാട്ടിലും വലിയൊരു ടെമ്പറേച്ചർ ഉള്ള സമയത്ത്, അങ്ങനെ രണ്ട് ടെമ്പറേച്ചറിൽ ഡിഫറെൻറ്റ് കേസസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ കേസിലും എനർജി ലെവൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് ആ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്കറിയാം, ഇത് നമുക്ക് 3 കേസസിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഫിഗർ ആണ്. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 0 കെൽവിനിൽ E ലെസ് ദാൻ EF ആണ്. E എന്ന് പറയുന്നത് EF-നെക്കാട്ടിലും ചെറുതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നുണ്ടോ E max എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ, ഇതിനെയാണ് നമ്മളിവിടെ EF ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ EF-നെക്കാട്ടിലും ചെറിയ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ താഴോട്ടുള്ള ഈ എനർജി ലെവൽസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതാണ് നമ്മുടെ കേസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ 0 ആണെന്ന് ഓർക്കുക. നിങ്ങൾക്കറിയാം ഒരു ആറ്റത്തിൽ ടെമ്പറേച്ചർ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോൺ എക്സൈറ്റ് ഒന്നും ചെയ്യത്തില്ല. എവിടെയാണോ ഇരിക്കുന്നത് ഇലക്ട്രോൺ അവിടെ തന്നെ ഇരിക്കും അല്ലേ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ E ലെസ് ദാൻ EF, E ലെസ് ദാൻ EF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം E ഒരു ചെറിയ വാല്യൂവും EF ഒരു വലിയ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ E മൈനസ് EF എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. ഇപ്പൊ സപ്പോസ് E എന്ന് പറയുന്നത് 1ഉം EF എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 1 - 2 എന്ന് പറഞ്ഞാൽ എന്താ, -1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴോ FOV is equal to 1/1 plus e raised to e minus EF എന്നായിരുന്നു അല്ലേ, by KT.
ഇവിടെ ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഒരു നെഗറ്റീവ് വാല്യൂ, ഇ റേസ് ടു ഒരു നെഗറ്റീവ് വാല്യൂ ബൈ കെ ടി എന്ന് കിട്ടും. ടെമ്പറേച്ചർ 0 ആണെന്നറിയാം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഈ ഫംഗ്ഷൻ എന്താവും? 0 ആയിട്ട് മാറും. കെ ടി ഫുൾ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ത് കിട്ടും? 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പം എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/1 പ്ലസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ബിലോ ഇ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഇ മാക്സ് എന്ന് പറയുന്ന എനർജി ലെവലിന് താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒക്കുപ്പൈഡ് ആയിട്ട് നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഇ എഫിനെക്കാട്ടിലും ചെറിയ എനർജി ലെവൽ, ഇ എഫ് ആണ് ഇ മാക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ താഴോട്ടുള്ള എനർജി ലെവൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി കേസ് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ എഫിനെക്കാട്ടിലും ഗ്രേറ്റർ എനർജി ലെവൽസ്. നമുക്കറിയാമല്ലോ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നതിന്റെ താഴേക്കും എനർജി ലെവൽസ് ഉണ്ട്, മുകളിലേക്കും എനർജി ലെവൽസ് ഉണ്ട്. അപ്പം ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ആറ്റത്തിനകത്ത് ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ആയിരിക്കും നമ്മുടെ ഫെർമി എനർജി ലെവൽ. അതിന് മുകളിലേക്കും എനർജി ലെവൽസ് ഉണ്ട്, താഴേക്കും എനർജി ലെവൽസ് ഉണ്ട്. താഴേക്കുള്ള എനർജി ലെവൽസ് എന്തായിരിക്കും? എപ്പോഴും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? 100% പ്രോബബിലിറ്റി ആണ്. എല്ലാ ലെവൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 100% പ്രോബബിലിറ്റി ആണെന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ലൈഡിനകത്ത്. ഓക്കെ, ഇനി കേസ് 2 നോക്കാം. കേസ് 2ലും നിങ്ങൾ മറ്റേ ആ ഫിഗർ ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ ആ വരച്ച ആ ഒരു ഫിഗർ ഓർത്ത് വെക്കണം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് മുകളിലോട്ടുള്ള ലെവൽസ് ആണ്. ഫെർമി എനർജി ലെവലിന് മുകളിലോട്ടുള്ള എനർജി ലെവൽസിൽ ഇലക്ട്രോൺസിന്റെ ഒക്കുപ്പൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കേസാണ്. ടെമ്പറേച്ചർ ഇപ്പോഴും 0 തന്നെയാണ് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് ഇ എന്തായിട്ട് മാറും? 1/1 പ്ലസ് ഇ ഇപ്പോൾ ഒരു വലിയ വാല്യൂ ആണ്. അപ്പോൾ ഇ മൈനസ് ഇ എഫ് എന്താവും? ഒരു പോസിറ്റീവ് വാല്യൂ. ഇ 2ഉം ഇ എഫ് 1ഉം ആണെങ്കിൽ 2 - 1 = 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1/1 പ്ലസ് ഇ റേസ് ടു a പോസിറ്റീവ് വാല്യൂ ബൈ 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/1 പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/∞ വിച്ച് ഇസ് 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ആറ്റം നോക്കുകയാണെങ്കിൽ ഫെർമി ലെവലിന് താഴോട്ടുള്ള എനർജി ലെവൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡും ഫെർമി ലെവലിന് മുകളിലോട്ടുള്ള എനർജി ലെവൽസിനകത്തൊന്നും ഇലക്ട്രോൺസ് കാണത്തില്ല. എഫ് ഓഫ് ഇ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അബവ് ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഈ 0 ആയിരിക്കും. ടെമ്പറേച്ചർ 0 ആയിട്ടിരിക്കുന്ന കേസിൽ. അപ്പം നമുക്ക് എന്ത് പറയാം? ഫെർമി എനർജി ലെവൽ ഈസ് ദി ഹയസ്റ്റ് എനർജി ലെവൽ എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവലാണ് ഫെർമി എനർജി ലെവൽ. എപ്പം? ടെമ്പറേച്ചർ 0 ആവുന്ന കേസിൽ. ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ഫെർമി എനർജി ലെവലിന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മാറും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് കേസ് 3 ആണ്. മൂന്നാമത്തെ കേസിൽ എന്താ നമ്മൾ പറയാ? ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് ആണ്. ഫെർമി എനർജി ലെവലും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇലക്ട്രോണിന്റെ ഒക്കുപ്പൻസി കണ്ടുപിടിക്കേണ്ട എനർജി ലെവലും രണ്ടും സെയിം ആണ്. ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് ആണ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഇ മൈനസ് ഇ എഫ് ഈസ് ഈക്വൽ ടു 0 ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ ഒരു എനർജി ലെവലിന് ഇങ്ങനൊരു എനർജി ലെവൽ പോസിബിൾ അല്ല. നമുക്കിവിടെ ഇലക്ട്രോൺസിന്റെ ഒക്കുപ്പൻസി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് 3 കേസസ്. ഇനി ഇവിടുത്തെ ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 3 കേസസും എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് ഇ ആണ് y ആക്സിസിൽ, എനർജി ലെവലാണ് ഇ ആണ്, ഇയും ഇ എഫും ഒക്കെയാണ് നമ്മുടെ എക്സ് ആക്സിസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇ ലെസ് ദാൻ ഇ എഫ് ആണ്. എനർജി ലെവല് ഇ എഫ് എന്ന് പറയുന്നതിനെക്കാട്ടിലും താഴോട്ടുള്ള എനർജി ലെവലിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണ്. ഇ എഫ് ഫെർമി എനർജി ലെവലിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ കേസ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 0. ഞാൻ എടുത്തെടുത്ത് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 0 പറയാനുള്ള കാരണം ടെമ്പറേച്ചർ മാറുമ്പം ആറ്റം മൊത്തത്തിൽ മാറും, ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഫെർമി എനർജി ലെവലിനെക്കാട്ടിലും ഹയർ എനർജി ലെവൽസ് നമുക്ക് പോസിബിൾ ആണ്. അതാണ് അടുത്ത കണ്ടീഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ. അപ്പോൾ ഇത്രയും നേരം വരെ നമ്മുടെ ലാറ്റിസിന്റെ ടെമ്പറേച്ചർ 0 ആയിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഇലക്ട്രോൺസ് എക്സൈറ്റേഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇലക്ട്രോൺസ് ഏത് എനർജി ലെവലിൽ ഇരിക്കുന്നു അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ലാറ്റിസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടി. അപ്പോൾ ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിന് തെർമൽ എനർജീസ് കിട്ടുന്നുണ്ട്. ഇലക്ട്രോൺ ആ ഒരു എനർജി കൊണ്ടിട്ട് ലോവർ എനർജി ലെവൽസിൽ നിന്നും ഹയർ എനർജി ലെവൽസിലേക്ക് എന്ത് ചെയ്തു, എക്സൈറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ആ നേരത്തെ ഫിഗർ ആലോചിക്കണം. മാക്സിമം എനർജി ലെവൽ ഫെർമി എനർജി ലെവലാണ്. താഴേക്ക് ഫുൾ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റുകളിലെല്ലാം ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അപ്പർ എനർജി സ്റ്റേറ്റ്സിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു, ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മുടെ താഴെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്തു, ഫെർമി എനർജി ലെവലും കഴിഞ്ഞിട്ട് അപ്പർ എനർജി ലെവൽസിലേക്ക് ജമ്പ് ചെയ്തു പോയി. അപ്പൊ ആ ഒരു കേസാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കേസ് 4 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് T greater than 0 Kelvin, E is equal to EF ആണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എനർജി ലെവൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. മറ്റത്തെ പോലെ 3 കേസസ് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ. അങ്ങനെ നമുക്കറിയാം E is equal to EF ആണെങ്കിൽ E minus EF is equal to 0 ആ വരുന്നതെന്ന് നമുക്ക്. ഓക്കെ. അങ്ങനാണെങ്കിൽ നമുക്ക് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു 0 ബൈ കെ ടി. കാരണം എന്താ, ഇ മൈനസ് ഇ എഫ് ഇസ് ഈക്വൽ ടു 0 ആണല്ലോ, അതുകൊണ്ട് ഇ റേസ് ടു 0 ബൈ കെ ടി. ഇവിടെ ടെമ്പറേച്ചറിനെ നമ്മൾ എന്താ പറയുക, ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് തൽക്കാലം 0 സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, ടി ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് അങ്ങ് എടുക്കാം. 0-നേക്കാളും വലിയൊരു വാല്യൂ മതിയല്ലോ, അപ്പോൾ 1 എടുക്കാം. നമുക്ക് കാൽക്കുലേഷന് എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് 1/1 പ്ലസ് ഇ റേസ് ടു 0 ബൈ കെ ഇൻറ്റു ടി. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ 1 എന്ന് അങ്ങ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ ഓൾ ടോട്ടൽ നമ്മൾ ഇതിനെ മാത്തമാറ്റിക്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, 1/1 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 0.5 അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞാൽ എന്താ, 50% ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ അല്ലേ. എന്ന് വെച്ചാൽ അപ്പർ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇപ്പൊ എന്തായിട്ട് മാറി, 0 അല്ല, എന്തായി, 50% ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്. കുറച്ച് ഇലക്ട്രോൺസിന് തെർമൽ എനർജീസ് അക്വയർ ചെയ്ത് അവർക്ക് ഫെർമി എനർജി ലെവലിനെക്കാട്ടിലും ഹയർ ആയിട്ടുള്ള എനർജി ലെവൽസിലേക്ക് ഇപ്പം പോകാൻ പറ്റും. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഫെർമി എനർജി ലെവലിന്റെ ഡെഫിനിഷൻ മാറിയത് കണ്ടോ. കഴിഞ്ഞ ഇതിൽ വരെ നമ്മൾ എന്താ പറഞ്ഞത്, ഫെർമി എനർജി ലെവൽ ഈസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ ദാറ്റ് ഇലക്ട്രോൺസ് ക്യാൻ ഒക്കുപ്പൈ അല്ലേ. പക്ഷെ ഇപ്പം ഫെർമി എനർജി ലെവൽ ഹയസ്റ്റ് എനർജി ലെവൽ അല്ല. ഫെർമി എനർജി ലെവലിനെ കാട്ടിലും വലിയ എനർജി ലെവൽസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഇരിക്കുന്ന എനർജി ലെവൽസ് ഉണ്ട്. അപ്പം ടെമ്പറേച്ചർ 0 വരുന്ന കേസിലും ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിലും ഫെർമി എനർജി ലെവലിന്റെ കൺസെപ്റ്റ് മാറും. ഓക്കെ. മൊത്തത്തിൽ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. ടെമ്പറേച്ചർ 0, ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തിനകത്തോട്ട് നമ്മൾ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 0യും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി കൺക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് സ്യൂട്ടബിൾ ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ എനർജി ലെവലിന്റെ ആ ഒരു ഡയഗ്രാം വരയ്ക്കുക. രണ്ട് ഗ്രാഫ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഒരു ഗ്രാഫ് വരച്ചാലും മതി. മറ്റേ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു ഗ്രാഫ് കാണിച്ചു, ഇത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് മൊത്തത്തിൽ ഡെഫിനിഷനെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രാഫ് വരച്ചാലും മതി. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ് ഓൺ ദി ബേസിസ് ഓഫ് ബാൻഡ് തിയറി. ബാൻഡ് തിയറിയുടെ ബേസിസിൽ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് പോയി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ബാൻഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ബാലൻസ് ബാൻഡ് ഉണ്ട്, ഇവരുടെ ഇടയിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് ഇ ജി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം.
ഓരോന്നിൻ്റെ കേസിലും ഡിഫറെൻ്റ് ആണ്. സോളിഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും അവരുടെ കണ്ടക്ടിവിറ്റി നേച്ചർ അനുസരിച്ചിട്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ അല്ലേ. അപ്പം ഓരോ കേസിലും കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടറിൽ ഇവരുടെ ബാൻഡ് തിയറി അനുസരിച്ച് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഇതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഇതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഇൻസുലേറ്റേഴ്സ്, നമുക്കറിയാം ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും കണ്ടക്ടിവിറ്റി ഇല്ലാത്തതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കണ്ടക്ടിവിറ്റി കുറയാനുള്ള കാരണം? ഇവരുടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ദറ്റ് ഈസ് Eg is greater than 6 ഇലക്ട്രോൺ വോൾട്ട്. വളരെ ഹയർ ആയിട്ടുള്ള ഒരു എനർജി ഗ്യാപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വാലൻസ് ബാൻഡിനകത്തുനിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോയെങ്കിലേ ഇവിടെ കണ്ടക്ടിവിറ്റി ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റത്തില്ല ഇലക്ട്രോൺസിന്. അത്രയും എനർജി വേണം ഇലക്ട്രോൺസിന് പോകണമെങ്കിൽ. സപ്പോസ് നമ്മൾ ഇനി അത്രയും എനർജി കൊടുത്താലും ഇവർക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ അത്രയും ടെമ്പറേച്ചേഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലാറ്റിസ് ഡിഫോം ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്ററാണ്. ഇതിനെ കണ്ടക്ട് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ കൂട്ടി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡിഫോമേഷൻ സംഭവിക്കും അല്ലേ. നമ്മുടെ മെറ്റീരിയൽ ഡിഫോം ആയിപ്പോകും. അതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ആണോ എന്ന് ചോദിച്ചാൽ കണ്ടക്ടർ അല്ല, എന്നാൽ ഇൻസുലേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ഇൻസുലേറ്ററും അല്ല. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് സെമി കണ്ടക്ടേഴ്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ കൊടുത്താൽ ഇവർ കണ്ടക്ട് ചെയ്യും, ഇല്ല വെച്ചാൽ ഇവർ കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ. അപ്പം ഇവരുടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻസുലേറ്ററിൻ്റെ അത്രയും വലുതല്ല, എന്നാൽ കണ്ടക്ടറിൻ്റെ അത്രയും ചെറുതുമല്ല. 1.1 ഇലക്ട്രോൺ വോൾട്ട്, ഏകദേശം അത്രയും എനർജി ഗ്യാപ്പാണ് ഉള്ളത്. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള എനർജി ഒക്കെ നമ്മൾ ലാറ്റിസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ബാൻഡുകളാണ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്താൽ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിലും കണ്ടക്ട് ചെയ്യും. ഇതാണ് ബാൻഡ് തിയറിയുടെ ബേസിസിലുള്ള സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിന്റെ ഓരോന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എങ്ങനെയാണ്. പിന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ നമുക്കറിയാമല്ലോ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത് സിലിക്കണും ജെർമേനിയും ആണ്. രണ്ടിൻ്റെ കേസിലുള്ള എനർജി ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ എക്സാമ്പിൾസ്: ഇൻസുലേറ്റേഴ്സ് വുഡ് പ്ലാസ്റ്റിക് ആണ്, സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ ജെർമേനിയം ആണ്, കണ്ടക്ടേഴ്സിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കോപ്പർ അലൂമിനിയം ഒക്കെ പറയാം. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ മീസ്നർ എഫക്റ്റ്, ഷോ ദാറ്റ് ദ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയമണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. അതിനകത്ത് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് മീസ്നർ എഫക്റ്റും BCS തിയറിയും ആണ്. അത് രണ്ടും നന്നായിട്ട് നോക്കുക. അപ്പോൾ മീസ്നർ എഫക്റ്റും BCS തിയറിയും സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് ഫിനോമിനാസ് അല്ലേ. ഇതിൽ ഫസ്റ്റ് മീസ്നർ എഫക്റ്റ് ആണ്. മീസ്നർ എഫക്റ്റിൽ എന്താ പറയുന്നത്? നമുക്കിവിടെ രണ്ട് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടക്ടറും, സെക്കൻഡ് എന്ന് പറയുന്നത് ഇതൊരു സൂപ്പർ കണ്ടക്ടറുമാണ്. നോർമൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിൽക്കുകയായിരുന്നു. നമ്മളതിൻ്റെ ടെമ്പറേച്ചറിനെ കുറച്ച് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിലും ബിലോ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ സൂപ്പർ കൂൾഡായി അതൊരു സൂപ്പർ കണ്ടക്ടറായിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നോർമൽ കണ്ടക്ടറിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം T greater than Tc. നോർമൽ കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ ഇതിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് വിടുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മെറ്റീരിയലിനകത്തുകൂടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തങ്ങ് പോകും. പക്ഷേ ഇതേ മെറ്റീരിയലിനെ നമ്മൾ സൂപ്പർ കണ്ടക്ടർ ആക്കിയതിന് ശേഷം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് വിടുമ്പം നമുക്ക് പാസ് ചെയ്ത് പോവോ? ഇല്ല, പാസ് ചെയ്ത് പോകത്തില്ല. ഇവിടെ ഒരു എക്സ്പെൽഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഒരു റിപ്പൽ ചെയ്ത് പോകുന്നത് പോലെ വരുന്നുണ്ട്. പക്ഷെ കണ്ടക്ടറിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അതിൽ കൂടി പോവാതെ എക്സ്പെൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം
ഈ ഒരു എക്സ്പെൽഷൻ, ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ മീസ്നർ ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എക്സ്പെൽഷൻ ഉണ്ടായത്? നമുക്കറിയാം, ഓൾറെഡി ആ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സൂപ്പർ കണ്ടക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിനെ അങ്ങ് സൂപ്പർ കൂൾഡ് ആക്കി കൊണ്ട് വെക്കുക. അപ്പോൾ ലാറ്റിസിന്റെ വൈബ്രേഷൻ ഒക്കെ സ്റ്റോപ്പ് ആവും, ഇലക്ട്രോൺസ് നല്ല നല്ല ഇതിൽ മൂവ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാതെ തന്നെ ഈ കണ്ടക്ടറിനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ സർഫസിൽ കൂടിയിട്ട് എന്ത് പോകുന്നുണ്ട്, എന്താ കറണ്ട് അല്ലെങ്കിൽ കണ്ടക്ഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം നമുക്കറിയാം, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കൂടാതെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്യും, എന്താ റിപ്പല് ചെയ്യും. അതുകൊണ്ടാണ് അകത്തൂടെ കയറി പോവാത്തത്. ഓക്കെ, ഇതാണ് മിസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി മിസ്നർ എഫക്റ്റിന്റെ കൂടെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് സൂപ്പർ കണ്ടക്ടർ ഈസ് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്. നമുക്ക് ഇനി നമുക്ക് സൂപ്പർ കണ്ടക്ടർ ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്നർ എഫക്റ്റിന്റെ കൂടെ എഴുതേണ്ട ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. നമുക്കറിയാം, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അല്ലേ. ഇന്റേണലി ഒരു മെറ്റീരിയലിനകത്ത് ഉണ്ടാവുന്ന ഫീൽഡും നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും, ദറ്റ് ഈസ് μ0m പ്ലസ് μ0h. നമുക്കറിയാം, വെൻ ടി ലെസ് ദാൻ ടി സി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും താഴെയുള്ള ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിലും പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ റിപ്പൽഷൻ അല്ലെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ഔട്ട് ആവും. അതാണ് മീസ്നർ ഇഫക്റ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താ, ക്യാൻസൽ ഔട്ട് ആയി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാം. ഓൾറെഡി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ പറഞ്ഞു, ബി ഇസ് ഈക്വൽ ടു μ0m പ്ലസ് μ0h. ഇൻ കേസ് ഓഫ് ടി ലെസ് ദാൻ ടി സി, ബി ഇസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് μ0m പ്ലസ് μ0h എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ μ0m ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പം മൈനസ് μ0h എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ μ0യും μ0യും ക്യാൻസൽ ആയി പോകുമ്പം m/h ഇസ് ഈക്വൽ ടു -1 എന്ന് പറയാം. m/hനെ നമ്മൾ പറയുന്ന പേരാണ് സസെപ്റ്റബിലിറ്റി, അല്ലെങ്കിൽ കൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ കൈ ഇസ് ഈക്വൽ ടു -1 എന്ന് നമുക്ക് കിട്ടി. നമ്മൾ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. കൈ ഇസ് ഈക്വൽ ടു മൈനസ് വരുന്നത് ആരായിരുന്നു, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇവിടെ കൈ ഇസ് ഈക്വൽ ടു -1 ആണ് വന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ വിത്ത് അപ്രോപ്രിയേറ്റ് ഡയഗ്രാം ആൻഡ് എക്സാമ്പിൾ. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലെക്ചേഴ്സിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വളരെ ബ്രീഫായിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം എന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടിൻ്റെയും ഗ്രാഫ് അത്യാവശ്യമായിട്ട് വരയ്ക്കാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ നമുക്കറിയാം, മീസ്നർ ഇഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒബൈ ചെയ്യുന്നവരാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാ. നമ്മളൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ അകത്തേക്ക് എന്താ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാൻ നോക്കുന്ന സമയത്ത് എക്സ്പെൽഷൻ സംഭവിക്കുന്നു അല്ലേ. ഇവരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. ഇനിയും നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ കൂട്ടി HCനെക്കാട്ടിലും ഒരു വലിയ വാല്യൂയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവരൊരു നോർമൽ കണ്ടക്ടറായിട്ട് മാറും. ഈ സമയത്ത് മീസ്നർ ഇഫക്റ്റ് പോകും അല്ലെ, എക്സ്പെൽഷൻ പോയിട്ട് ഇതൊരു നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് അലൂമിനിയം, സിങ്ക്, ഗാലിയം. പക്ഷെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് കൂട്ടി ക്രിട്ടിക്കൽ ഫീൽഡിനെക്കാട്ടിലും വലിയൊരു വാല്യൂയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഗ്രാഫ് പെട്ടെന്ന് ഡൗൺ ആയിട്ട് 0 ആകണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കത്തില്ല. ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്.
പതുക്കെയാണ്, ഇവർക്കൊരു ഗ്രാജുവൽ ഡിക്രീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ, അപ്പോൾ ഇവിടെ രണ്ട് ഫീൽഡിന്റെ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് കേസ് ഉണ്ട് നമുക്ക്. HC1ഉം HC2ഉം. ഇതിന്റെ ഇടയിലുള്ള HC1ന് മുൻപ് ഇവർ സൂപ്പർ കണ്ടക്ടർ ആണ്. HC2വിന് ശേഷം ഇവർ നോർമൽ കണ്ടക്ടർ ആണ്. HC1നും C2നും ഇടയ്ക്കുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇവിടെ മിക്സഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വോർട്ടെക്സ് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിനെ അതുകൊണ്ട് നമ്മൾ ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്നല്ല ഇവിടെ ചേഞ്ച് ഉണ്ടാകുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എഴുതിയതിനു ശേഷമാണ് ഇവർ നോർമലായിട്ട് മാറുന്നത്. ഓക്കെ, ആ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. യൂഷ്വലി അലോയ്സ് ഒക്കെയാണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. ലെഡ്, ഇൻഡിയം, അലോയ്സ് ഒക്കെ. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറുമാണ്. ഇവിടെ കണ്ടോ, എം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എച്ച് കൂടുകയാണ് അല്ലെ. ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും കൂടി വരികയാണ്. പക്ഷെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ഫീൽഡിന് ശേഷം ക്രിട്ടിക്കൽ ഫീൽഡിനെക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവരെന്തായിട്ട് മാറുക, പെട്ടെന്ന് മീസ്നർ എഫക്റ്റ് ഒക്കെ ഒബൈ ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവരൊരു കണ്ടക്ടർ ആയിട്ട് മാറുക. അപ്പൊ കണ്ടോ, HCക്ക് ബിഫോർ HC ഇറ്റ് ഈസ് എ സൂപ്പർ കണ്ടക്ടർ, ആഫ്റ്റർ HC ഇറ്റ് ഈസ് എ നോർമൽ കണ്ടക്ടർ ആയിട്ടങ്ങ് മാറുകയാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എം കൂടുന്നു, എച്ച് കൂടുന്നു. പക്ഷെ ഇവിടെ നമ്മൾ HC എന്ന് പറയുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന HCയിൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, ഷട്ട് ഡൗൺ ആയി താഴേക്ക് 0 എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഡോട്ടഡ് ലൈൻ അല്ല ഇതിന് വരുന്നത്. ഇവര് പതുക്കെ ആയിരിക്കും ഇവിടെ ഡിക്രീസ് സംഭവിക്കുന്നത്. പതുക്കെ ഡിക്രീസ് ചെയ്ത് HC2 എന്ന് പറയുന്ന ഒരു വാല്യൂലാണ് ഇതെന്തായിട്ട് മാറുന്നത്, ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. കണ്ടോ, അപ്പോൾ ബിഫോർ HC2 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ്വീൻ HC1 ആൻഡ് HC2 it is a mixed state. Before HC1 it is superconducting state. After HC2 it is a normal state. ഇത് കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ, ഓക്കെ. ഇനി ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് BCS തിയറി. ഇത് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, ഡിസ്കസ് BCS തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഗിവ് എനി 4 ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അത് ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഈ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ 4 ആപ്ലിക്കേഷൻസ് നോക്കിക്കോണം. നമ്മുടെ ലെക്ചറിനകത്തുണ്ട്, അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിക്കോണം. അപ്പം ഇതിനകത്ത് നമ്മൾ BCS തിയറി മാത്രം പറയുന്നുള്ളൂ. BCS തിയറി എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോൾ മീസ്നർ എഫക്റ്റ് പറഞ്ഞപ്പം മീസ്നർ എഫക്റ്റിനകത്ത് ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതായിരുന്നു മീസ്നർ എഫക്റ്റ്. BCS തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ തരുവാണ്, ഈ മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇത്രയും കുറച്ച് കഴിയുമ്പം ഇവർ സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് BCS തിയറിയാണ്. മീസ്നർ എഫക്റ്റ് കുറച്ചുകൂടി ക്ലാസിക്കലി പറയുന്ന ഒരു തിയറിയാണ്. പക്ഷേ BCS തിയറി എന്ന് പറയുന്നത് ഇച്ചിരി ക്വാണ്ടം ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം BCS തിയറി എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തത് 3 സയൻറ്റിസ്റ്റ് ആണ്. ബാർഡിൻ, കൂപ്പർ, ഷീഫർ എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റ് ആണ്. അവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ BCS തിയറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 മെയിൻ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രോൺ ലാറ്റിസ് ഇലക്ട്രോൺ ഇന്ററാക്ഷൻ, ഇലക്ട്രോണും ലാറ്റിസും ഇലക്ട്രോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ. 2 കൂപ്പർ പെയർ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ ഒരു മെറ്റീരിയലിനെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കഴിയുമ്പോൾ അവർ സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട് മാറുന്നു. അതാണ് BCS തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് BCS തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എങ്ങനെ ഒരു മെറ്റീരിയൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് വരുന്നു, അതിൻ്റെ റെസിസ്റ്റിവിറ്റി 0 ആവുന്നു, അതൊരു നല്ല കണ്ടക്ടറായിട്ട് മാറുന്നു. ഇതാണ് BCS തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ ആദ്യം ടെമ്പറേച്ചറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്കൊരു നോർമൽ ലാറ്റിസിൽ നടക്കുന്ന കാര്യം പറയാം. നമുക്കറിയാം, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് അയോൺസ്, ഇതാണ് നമ്മുടെ ലാറ്റിസ് സൈറ്റുകൾ. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ഇതിൽ കൂടെ മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. പക്ഷെ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ലാറ്റിസ് എന്താ അവിടെ ഇരിക്കുകയല്ല അല്ലെ, പോസിറ്റീവ് അയോൺസ് അങ്ങനെ ഇരിക്കുകയല്ല.
ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലാറ്റിസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് ലാറ്റിസിന്റെ ഇടയിൽ കൂടി കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്, ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാറ്റിസ് ഇതിന്റെ ഇടയിൽ കൂടിയിട്ട് ഒരു ഫ്രീ ഇലക്ട്രോൺ, ഇവിടെ കാണുന്ന പോലെ ഒരു ഫ്രീ ഇലക്ട്രോൺ പോകാൻ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ആണ്, ലാറ്റിസ് പോസിറ്റീവ് ആണ്, അപ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കും അല്ലേ? ഈ ഇലക്ട്രോണിന് ചുറ്റിനും ഒരു ക്ലൗഡ് പോലെ നമ്മുടെ ലാറ്റിസ് അങ്ങ് ഫോം ആവും. അപ്പോൾ ലാറ്റിസിൽ ഒരു ഡീഫോർമേഷൻ സംഭവിച്ചു, ലാറ്റിസിന്റെ ഷേപ്പിന് ഒരു ചെറിയ ചേഞ്ച് സംഭവിച്ചു. ഇനിയും അടുത്തൊരു ഇലക്ട്രോൺ, അപ്പോൾ ഇവിടെ ഓൾറെഡി ക്ലൗഡ് ഒക്കെ ഫോം ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്യുകയാണ്. നമുക്കറിയാം ഇലക്ട്രോണും ഇലക്ട്രോണും തമ്മിൽ ഒരിക്കലും അട്രാക്ട് ചെയ്യത്തില്ല, റിപ്പല് ചെയ്യത്തതേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസ് മാറി. ഇപ്പൊ ഇലക്ട്രോണിന് ചുറ്റിനും ക്ലൗഡ് പോലെ ആര് നിപ്പുണ്ട്? പോസിറ്റീവ് അയോൺസ് നിപ്പുണ്ട്. അപ്പൊ അടുത്ത ഇലക്ട്രോൺ വരുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ എന്താ ചെയ്യുക? നമ്മുടെ ഈ ക്രിസ്റ്റൽ ഈ ക്ലൗഡുമായിട്ടായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇലക്ട്രോണും ഈ ഒരു ലാറ്റിസിന്റെ ക്ലൗഡിനെയാണ് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ ഇലക്ട്രോണും ലാറ്റിസിന്റെ ക്ലൗഡിനെയാണ് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോൺസ് തമ്മിൽ എന്താകുന്നുണ്ട്? ഡയറക്റ്റ്ലി അട്രാക്ട് ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഇവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ കൂപ്പർ പെയേഴ്സ് എന്ന് വിളിക്കുക. അങ്ങനെ ഇവർ കൂപ്പർ പെയേഴ്സ് ഫോം ചെയ്യും. ഫോം ചെയ്തിട്ട് ഇവർ ഈസി ആയിട്ട് നമ്മുടെ ലാറ്റിസിൽ കൂടിയിട്ട് പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോഴും ലാറ്റിസ് വൈബ്രേഷൻ ഉണ്ട്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഈ കണ്ടക്ടറിനെ തണുപ്പിച്ച് അല്ലെ, ഒരു ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും ചെറിയൊരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഈ ഒരു കണ്ടക്ടറിനെ കൊണ്ടുവന്നു എന്ന് വെച്ചോ. അപ്പൊ നേരത്തെ വൈബ്രേഷൻ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിനെ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു മെറ്റീരിയലിനെ നമ്മൾ സൂപ്പർ കൂൾ ചെയ്തുമ്പോഴത്തേനും വൈബ്രേഷൻ അങ്ങ് നിൽക്കും അല്ലെ, ലാറ്റിസുകൾ അങ്ങ് മരവിക്കും, അവർക്ക് വൈബ്രേഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ വൈബ്രേഷൻ ഇല്ല, കൂപ്പർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈസി ആയിട്ട് കണ്ടക്ഷൻ പോസിബിൾ ആണ്. സീറോ റെസിസ്റ്റിവിറ്റി ആണ്, റെസിസ്റ്റൻസിനുള്ള ഒരു കാരണം പോലും നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ ഇതാണ് BCS തിയറി നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്നത്, എങ്ങനെ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ഹൈ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സീറോ റെസിസ്റ്റിവിറ്റി കാണിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇത് ഫിഗറിൽ കൂടിയുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഇനി എക്സാമിന് നിങ്ങളോട് BCS തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ചിട്ട് ഇത്രയും പോയിന്റ്സ് ആണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. നിങ്ങളിത് വായിക്കുക, വായിച്ചിട്ട് ഇങ്ങനെ ആൻസർ എഴുതുക കേട്ടോ. പടമൊന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയാതെ പോയിട്ടുള്ളത് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി, ക്രിട്ടിക്കൽ ഫീൽഡ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ കറണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എല്ലാം സെയിം കാര്യങ്ങളല്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ചോദിക്കും, അതും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം, നോക്കാതെ പോകരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.